ഇന്നലെ നമ്മളൊരു ബ്ലാക്ക് ചോക്കർ ഉണ്ടാക്കിയില്ലേനു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേനു ഇത് മാത്രല്ല ഇതിലേക്ക് ഒരു ഇയറിങ്ങും കൂടെ ഉണ്ടാക്കാണ്ടെന്ന്. അപ്പൊ ആ ഒരു ഇയറിങ്ങിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയറിങ് മാത്രല്ല അതിലേക്ക് ഒരു കുഞ്ഞു നെറ്റിച്ചുട്ടിയും കൂടെ ചെയ്യാണ്ട് അത് പിന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളെ കമ്മലിന്റെ പണി നോക്കാം. ആദ്യം തന്നെ നമ്മൾ OCP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗമ്മ തേച്ച് കൊടുത്ത് ഇതുപോലെ ഒട്ടിക്കുക. പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് ഗമ്മ തേച്ച് കൊടുക്കാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ കുറെ കാലമായല്ലോ അതിൽ കയ്യിലുത്താൻ തുടങ്ങിയിട്ട് അതിനെ കൊണ്ട് തന്നെ നമ്മൾ ഗമ്മ വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ സ്ക്വയർ വരച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പേപ്പറിൽ ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ രണ്ട് കമ്മലിന്റെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒന്ന് വലുതു ഒന്ന് ചെറുതായി പോവും. അല്ല ഫസ്റ്റ് ഒക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡൽ കമ്മൽ ഇതിന് മുമ്പ് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വ്യൂസ്, അതായത് ഒരു 8 മില്യന്റെ അടുത്ത് നമുക്ക് വ്യൂസ് കിട്ടിയത് ഈ ഒരു മോഡൽ കമ്മൽ ചെയ്തപ്പോൾ തന്നെയാണ്. പിന്നെ അതിൽ ഈ സെന്ററിൽ വരുന്ന ഡിസൈൻ ഉണ്ടല്ലോ അതിന് മാത്രമാണ് മാറ്റം. അതിൽ ഞാനുണ്ടല്ലോ ബീഡ്സ് ആണ് കൊടുക്കാറ് സാധാരണയായിട്ട്. അപ്പോൾ നമുക്ക് റെഫറൻസ് അയച്ചെന്ന പിക്കിൽ ഈ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങോട്ട് ചെയ്തതാണ്. ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാൻ കാര്യം വേറെ ഒന്നല്ല, നമ്മളെ മുറ്റത്തിൻ്റെ കുട്ടിൽ ഒളിച്ചോളി കളിക്കുന്നുണ്ട്. നമ്മളെ വീടിന് മുമ്പിൽ പാടത്തൊക്കെ ഉണ്ടല്ലോ മഴ പെയ്തപ്പോൾ നല്ല വെള്ളം കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളെ കമ്മലിന്റെ പണി ഇവിടെ ഏകദേശം അല്ല മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കമ്മലിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോക്കർ. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ടാഗ് ചെയ്യുന്ന കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.